നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. ചൊവ്വ 2025 ഡിസംബർ 7-ാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1201 മകരമാസം 1-ാം തീയതി വരെ, അതായത് 2026 ജനുവരി 15 വരെ ചൊവ്വ ധനുരാശിയിലാണ്. പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3 രാശികൾ വൃശ്ചികം, ധനു, മകരം, ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക. ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭൻ രാശിക്കാർക്കും, മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. മറിച്ച് ഇടവൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ മിശ്ര ഫലങ്ങളെയും പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി. ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ. സത്വം എന്നാൽ ഇളകാത്ത മനസ്ഥിതിയാണ്. സാഹസികത, ധൈര്യം, എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കൂറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത്. അത് ചൊവ്വയുടെ കൈമുതലാണ്. ക്ഷിതിരപി, ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ ഭൂമികാരകനാണ്. അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമിയുടെ ലാഭം, ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ തൻ്റെ സുക്ഷേത്രത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു. അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയം ചിന്തിക്കാം, ചർച്ച ചെയ്യാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലാണ്. ഏത് ഗ്രഹങ്ങൾ എത്ര നല്ല സ്ഥാനത്ത് നിന്നാലും 8-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ആ ഭാവത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ജ്യോതിഷ ആചാര്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ശുഭാത്യസ്യം ഖ്യാജരാഹ കുജുജന്യേ വിധാനേപി ചേത് അഷ്ടമേ ഭൂമിസൂനുഹു സഖാകിന്ന ശത്രുയതേ സൽകൃതോപി പ്രയത്നീകൃതേ ഭൂയേതജ ഉപസർഗേഹി. എല്ലാ ഗ്രഹങ്ങൾ എത്ര നല്ല സ്ഥാനത്ത് വന്നാലും അതിൻ്റെ ആ മഹിമയെ ഒക്കെ നശിപ്പിക്കും 8-ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ. താൻ സൽക്കരിച്ച് സുഹൃത്ത് തന്നെ ശത്രുവായി മാറും. എത്ര യജ്ഞിച്ചാലും ധാരാളം തടസ്സങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അതിനാൽ ഈ ചൊവ്വയെ വളരെയധികം ശ്രദ്ധിക്കണം. ഇടവൻ രാശിക്കാരുടെ ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ എന്നറിയണം. അവരുടെ വൈകല്യവാനാണ്. മറ്റൊന്ന് അവരുടെ വിവാഹമാണ്, യാത്രയാണ്, ഫാമിലി ലൈഫാണ്. അതിനാൽ ഇവിടെ ചിന്തിക്കണം. ആദ്യം വൈകല്യം. എപ്രകാരം വൈകല്യങ്ങൾ ഉണ്ടാക്കും? ഈ 40 ദിവസക്കാലം മകരം 1 ജനുവരി 15 വരെ പൈൽസിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പൈൽസിന് ബുദ്ധിമുട്ട് വരും. ഫുഡ് പോയ്സൺ വരാം. കണ്ണുകൾക്ക് സർജറി വേണ്ടി വരും. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. സ്വൽപാത്മജ, സന്താന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാം. എബോർഷൻ ഉണ്ടാകും സ്ത്രീകൾക്ക്. വികലക്ഷണ, നോട്ടത്തിന് വൈകല്യം വരും. നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? 7-ാം ഭാവാധിപനാണ്. വിവാഹം, ഭാര്യാഭർത്തൃ സുഖം, ഭാര്യാഗൃഹം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗൃഹമാണ് അഷ്ടമത്തിൽ വളരെ ദുർബലനായി നിൽക്കുന്നത്. അതിനാൽ വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുക, വളരെയധികം ക്ലേശങ്ങൾ വരും. അതിനാൽ ഇവിടെ നിർബന്ധമായും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. ദാമ്പത്യം മുട്ടിച്ചെയ്യണം എല്ലാ ചൊവ്വാഴ്ചയും ഈ 40 ദിവസക്കാലം. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വശംവദമായി നിന്നാൽ
സ്ത്രീ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപവാദവും അഠാപത്തിരിപ്പാവയെ അഷ്ടമസ്ഥിത എന്ന് പ്രത്യേകം ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. 8-ാം ഭാവത്തിൽ പാപഗ്രഹം വന്നാൽ അപവാദങ്ങൾ ഉണ്ടാകും, മഠത്തിന് ആപത്തുണ്ടാകും. അതിനാൽ അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റി, അപ്രകാരം ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ അന്വേഷണം വരിക, പദവി നശിക്കുക, പദവിയിൽ നിന്നും നിഷ്കാസിതനാകുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ വരും. ആരെങ്കിലും പുതിയ പദവി തേടിയെടുക്കുന്നുണ്ടെങ്കിൽ മകരമാസം 1-ന് ശേഷം മാത്രം അപ്രകാരമുള്ള തീരുമാനമെടുക്കുക. തുടക്കത്തിൽ തന്നെ അംഗഭംഗങ്ങൾ, ഹാനികൾ നേരിടാം. അപവാദങ്ങൾ കൂടെപ്പിറപ്പായി വരും. വളരെ ജാഗ്രത പാലിക്കണം. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകളല്ലാതെ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതി ചെയ്യുക, സൗഹൃദങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരിക്കലും സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ ശരിക്ക് ഒരു രേഖയില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലെന്നറിയുക. നന്ദി, നമസ്തേ.